കൃഷ്ണകൃപാസാഗരം. ഗർഗമുനിയുടെ സാമീപ്യം അമ്പാടിയെ സ്വർഗതുല്യമാക്കി. കംസനിൽ സംശയം ജനിക്കുമെന്നതിനാൽ ഗർഗൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഉണ്ണികളുടെ നാമകരണ ചടങ്ങിന് അധികം ആരെയും ക്ഷണിച്ചില്ല. രോഹിണിയുടെ പുത്രനെ രാമനെന്നും യശോദയുടെ പുത്രനെ കൃഷ്ണനെന്നും ഗർഗൻ നാമം വിളിച്ചു. രാമൻ കൂടുതൽ ബലവാനാകിയാൽ ബലരാമൻ എന്ന പേരിൽ അന്വർത്ഥമാക്കപ്പെടുമെന്നും എന്നാൽ സഹോദരൻ കണ്ണനുമായി ഭാവിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും ഒഴിഞ്ഞു. അത് യശോദയിലും നന്ദഗോപനിലും രോഹിണിയിലും വേദന ഉണർത്തി. പ്രപഞ്ചശക്തികളെ സാക്ഷി നിർത്തി ഗർഗാചാര്യൻ കണ്ണനെ കൃഷ്ണൻ എന്ന് പേര് വിളിച്ചത് ദേവകി അറിഞ്ഞു. വസുദേവരിലും ദേവകിയിലും അത് നിർവൃതി ഉളവാക്കി. കൃഷ്ണനും ബലരാമനും തങ്ങളുടെ അവതാര ഉദ്ദേശ്യത്തിന്റെ അനന്തരഘട്ടത്തിലേക്ക് വളർന്നു. ദേവി, എന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. ദേവി, പൂതനാവധം ദേവിയെ എത്ര തളർത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. ദേവിയുടെ പരിചാരികമാരിൽ ഒരാൾ കൂടിയായിരുന്നല്ലോ അവളും. ദേവി വിഷാദിക്കേണ്ടതില്ല. വൈകാതെ ദേവിക്ക് ആ സത്വാർത്ത ശ്രദ്ധിക്കാനാകും. അമ്പാടിയിലെ മായാവിയായ ഉണ്ണി വധിക്കപ്പെട്ടു എന്ന സത്വാർത്ത വെറുതെയല്ല. അസുരപ്പടയിലെ മഹാമായാവിയായ ഒരാളെ അമ്പാടിയിലേക്ക് അയക്കാൻ നാം തീരുമാനിച്ചത്. ശകടാസുരൻ അന്തക ശിശുവിനെ വധിച്ച് ഭോജകുലത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും അവൻ പാതയൊരുക്കും. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ശകടൻ, വിവരങ്ങൾ മന്ത്രി ധരിപ്പിച്ചില്ലേ? മഹാപ്രഭു, അടിയൊരു ശകടത്തിന്റെ രൂപം ധരിച്ച് അമ്പാടിയിലെത്തും. തക്കം പാർത്ത് ഒതുങ്ങി നിന്ന് ആ ഉണ്ണിയുടെ മേൽ കയറി ഇറങ്ങി ചതച്ചരയ്ക്കുവാനേ. മനുഷ്യന് അസാധ്യമായ കാര്യം. ആരയച്ചവനെന്ന് ആരും അറിയാതെ ശകടരൂപധാരിക്കിടയിൽ ഞെരിഞ്ഞമരും ആ മാധവ അവതാരം. പൊയ്ക്കൊള്ളൂ. അടിയൻ. നമസ്കാരം. യമുനാ നദീ തീരത്ത് ബ്രാഹ്മണർക്ക് കാൽകഴുകിച്ചൂട്ടും പണക്കിഴി ദാനവും ഉണ്ടെന്നങ്ങോട്ട് കേട്ട് വന്നതാന്ന് കൂട്ടിക്കോളൂ. എന്താ ഇപ്പൊ വിശേഷം? അപ്പോ ബ്രാഹ്മണശ്രേഷ്ഠൻ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലാലോ. നോം ഈ പരിസരവാസി അല്ലാലോ. നാം നന്ദഗോപൻ, അമ്പാടിയിൽ നന്ദഗോപൻ. ഇന്ന് എൻ്റെ മകൻ ഉണ്ണിക്കണ്ണൻ്റെ പക്കപ്പിറന്നാളാണ്. ഓ, നന്നായി. പക്കപ്പിറന്നാൾ ദിവസം ബ്രാഹ്മണർക്ക് അന്നദാനവും പണക്കിഴിദാനവും നടത്തിയ ബഹു പുണ്യായി. നന്നാവും. മകൻ ബഹു കേമനാവൂട്ടോ. നന്ദി ബ്രാഹ്മണശ്രേഷ്ഠ. ഓ, ഓരോ കോടി മുണ്ടുകൂടി അങ്ങോട്ട് ദാനം ചെയ്തിരുന്നെങ്കിൽ എല്ലാം തികഞ്ഞേനെ. കോടിമുണ്ട് അപ്പുറത്ത് ദാനം ചെയ്യുന്നുണ്ട് ബ്രാഹ്മണശ്രേഷ്ഠ. ഓ, അപ്പോ എല്ലാം തികഞ്ഞൂന്ന് സാരം. ഓ, നന്നായി വരും. രാമാനുജ, അടിയൻ. ബ്രാഹ്മണശ്രേഷ്ഠന് കോടിമുണ്ട് കൊടുക്കുന്നിടം കാട്ടിക്കൊടുക്കൂ. ഉത്തരവ്. അമ്പാടിക്കണ്ണൻ ആനിലക്കണ്ണൻ ആനപ്പൂരത്തെഴുന്നള്ളുന്നു, ആനപ്പൂരത്തെഴുന്നള്ളുന്നു. അമ്പാടിക്കണ്ണൻ ആനിലക്കണ്ണൻ ആനപ്പൂരത്തെഴുന്നള്ളുന്നു, ആനപ്പൂരത്തെഴുന്നള്ളുന്നു. അമ്പാടിക്കണ്ണൻ ആനിലക്കണ്ണൻ ആനപ്പൂരത്തെഴുന്നള്ളുന്നു.
എഴുന്നള്ളുന്നു ആനപ്പുറത്തെഴുന്നള്ളുന്നു അമ്പാടിക്കണ്ണൻ ആലിലക്കണ്ണൻ ആനപ്പുറത്തെഴുന്നള്ളുന്നു ആനപ്പുറത്തെഴുന്നള്ളുന്നു ആനപ്പുറത്തെഴുന്നള്ളുന്നു. കണ്ണനന്റെ മുതുകത്തിങ്ങനെ ഇരിക്കുമെങ്കിൽ ഈ യമുനാ നദി നീന്തി കയറാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നിനക്ക് മുതുകത്ത് വെച്ച് നീന്തി കളിക്കാനുള്ള കളിപ്പാട്ടല്ലേ എന്റെ ഉണ്ണിക്കണ്ണൻ. ഇനി എന്റെ ഊഴ ഉമ്മ. കണ്ണാ, ഇന്ന് നിന്റെ പക്കപ്പിറന്നാളാ. ഇങ്ങനെ പിറന്നാൾ ആഘോഷിച്ച് എന്റെ മോൻ കയറി അങ്ങ് വളർന്നേക്കല്ലേ. അതെന്താടി, ഉണ്ണിക്കണ്ണന് പിന്നെ വളരണ്ടേ? അവൻ പെട്ടെന്ന് വളർന്ന കേമനായാലോ? പിന്നെ നമുക്കിങ്ങനെ മുത്തം കൊടുത്ത് ഓമനിക്കാൻ പറ്റൂടി? കൊള്ളാമല്ലോ. അപ്പോ എന്റെ ഓമന കുഞ്ഞ് വളർന്നു വലുതാകരുതെന്നാണോ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്? എന്നാ എന്റെ പൊന്നുകുട്ടൻ എത്രയും പെട്ടെന്ന് വളർന്നു വലുതാകണം കേട്ടോ. അപ്പൊ പിന്നെ അസുരന്മാരുടെ ആക്രമണം ഭയക്കണ്ടല്ലോ. ആകാശത്തോളം വളർന്നു വളർന്നു വലുതാകണം. യശോദാമ്മേ, കണ്ണനെ കുറച്ചു നേരം ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ? മതി തോഴിമാരെ, മതി. എല്ലാരും കൂടി മാറി മാറി കൊഞ്ചിച്ച് കണ്ണൻ ആകെ തളർന്നിരിക്കുന്നു. ഇന്നിത് മതി. കുഞ്ഞിന് ഉറങ്ങാനുള്ള സമയമായി. എന്താ എല്ലാവർക്കും ഒരു പരിഭവം? കുഞ്ഞിനോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്ക് നന്നായി അറിയാം. നിങ്ങളെല്ലാം കണ്ണന് അമ്മമാർ തന്നെ. വന്നോളൂ, നമുക്കൊരുമിച്ച് കണ്ണനെ താരാട്ട് പാടി ഉറക്കാം. വന്നോളൂ. ഏയ് കണ്ണാ, ഉറങ്ങി. വൻമരങ്ങളെ പോലും കടപുഴകി വീഴ്ത്താനുള്ള ശക്തി ഈ ശകടാസുരനുണ്ട്. പിന്നെയാണോ മുലകുടി മാറാത്ത ഈ ഉണ്ണിക്കണ്ണൻ? ഇന്ന് ഞാൻ നിന്റെ ജീവശ്വാസം എടുത്തിരിക്കും. ഉണ്ണിക്കണ്ണ, നിന്റെ അന്ത്യം ഈ കൈ കൊണ്ട് തന്നെടാ.
കണ്ണാ മോനെ കണ്ണാ കണ്ണാ കാണുന്നില്ലല്ലോ. കണ്ണാ എന്താ ദേവി, എന്താ സംഭവിച്ചത്? ഉറങ്ങിക്കിടന്ന നമ്മുടെ പൊന്നോമിനെ കാണുന്നില്ല. ഏതെങ്കിലും അസുരൻ നമ്മുടെ കുഞ്ഞിനെ. അരുത് ദേവി, അരുത്. അവനെങ്ങും പോയിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ല, എന്റെ കുഞ്ഞ് കൈവിട്ടു പോയി. അവൻ ഇനി വരില്ല. ദേവി, എന്താ ദേവി? വിട്, എന്നെ വിട്. അവൻ വരും. കുഞ്ഞില്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കില്ല. എന്റെ ശരീരം യമുന നദിക്ക് സമർപ്പിക്കുന്നു. വരൂ. വിട് കണ്ണാ. മോനെ കണ്ണാ കണ്ണാ കണ്ണാ. അയ്യോ, എവിടെ പോയി കണ്ണാ? കണ്ണാ കണ്ണാ മോനെ. കണ്ണാ കണ്ണാ. ഉണ്ണികളുടെ ഉന്നമനത്തിനു വേണ്ടി നടത്താറുള്ള കാൽകഴുകിച്ചൂട്ട്, സമൂഹ സദ്യ തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ണനു വേണ്ടിയും നടന്നു. ബ്രാഹ്മണരെ കാൽകഴുകി ചൂട്ടുന്നതിലും ദാനധർമാദികൾ നൽകി ആദരിക്കുന്നതിലും യശോദാനന്ദന്മാർ ഒരു പിശക്കും കാട്ടിയില്ല. കണ്ണനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ എത്തിയ ശകടാസുരനെ വിധിപ്രകാരം തന്നെ കണ്ണൻ നിഗ്രഹിച്ചു. ഹേതുവും മരണകാലത്തിങ്കൽ ഓരോ വിധം എന്നാണല്ലോ ആപ്തവാക്യം.